നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. 86-47 ഈ കോഡ് അക്ഷരാർത്ഥത്തിൽ ട്രംപിനെ ഭയപ്പെടുത്തുന്നതാണ് എന്ന് വേണം പറയാൻ. എന്നാൽ ട്രംപ് ഇമാതിരി കോഡിലൊന്നും വീഴുന്നയാളല്ല എന്നും വ്യക്തമാവുകയാണ്. എന്തായാലും 86-47 അമേരിക്കയിൽ ഇപ്പോൾ പ്രധാന ചർച്ചാ വിഷയമായി മാറിയിരിക്കുകയാണ്. ഒറ്റക്കാഴ്ചയിൽ വെറും 4 അക്കങ്ങൾ. പക്ഷേ അതിന്റെ പേരിൽ US പ്രസിഡന്റ് ട്രംപിനെ വധിക്കാൻ ആഹ്വാനം നടത്തിയെന്ന കുറ്റത്തിന് കോടതി കയറുകയാണ് US ഫെഡറൽ ബ്യൂറോ ഓഫ് ഇൻവെസ്റ്റിഗേഷൻ മുൻ ഡയറക്ടർ കൂടിയായ ജെയിംസ് കോമി. മുൻപേ ട്രംപിന്റെ നോട്ടപ്പുള്ളിയായ കോമിയെ അറസ്റ്റ് ചെയ്ത് ജാമ്യത്തിൽ വിട്ടയച്ചിരുന്നു. 2025 മെയ്യിൽ ബീച്ചിൽ കക്കയുടെ പുറംതോടുകൾ ഉപയോഗിച്ച് 86-47 എന്ന അക്കങ്ങളുടെ മാതൃക ആരോ ഉണ്ടാക്കി വെച്ചിരിക്കുന്നതിന്റെ ചിത്രം കോമി കൂൾ ഷെൽ ഫോർമേഷൻ എന്ന അടിക്കുറിപ്പോട് കൂടിയാണ് ഇൻസ്റ്റയിൽ പോസ്റ്റ് ചെയ്തത്. പക്ഷേ സംഭവം അത്ര കൂളായിരുന്നില്ല. അമേരിക്കയിൽ ഒരാളെ കൊന്നുകളയുക എന്നതിന് ഉപയോഗിക്കുന്ന കോഡ് ആണ് ഈ 86 എന്ന് പറയുന്നത്. ഭക്ഷണശാലകളിലും മറ്റും ഒരു വിഭവം തീർന്നു എന്ന് സൂചിപ്പിക്കാനാണ് 86 എന്ന കോഡ് ഉപയോഗിച്ച് തുടങ്ങിയത്. ബിരിയാണി 86 അല്ലെങ്കിൽ ബിരിയാണി 86 എന്ന ബോർഡ് കണ്ടാൽ ബിരിയാണി തീർന്നു എന്നാണ് അർത്ഥം. USന്റെ 47ാം പ്രസിഡന്റാണ് ട്രംപ്. ക്യാമ്പസ് സംവാദത്തിനിടെ വെടിയേറ്റ് മരിച്ച ട്രംപ് അനുകൂലിയായ വലതുപക്ഷ ആക്ടിവിസ്റ്റ് ചാർലി കർക്കിന്റെ തൊപ്പിയിലും 47 എന്ന അക്കം എഴുതിയിരുന്നു. അപ്പോൾ 2 അക്കങ്ങളും കൂട്ടി വായിച്ചാൽ ട്രംപിനെ തീർത്തു കളയുക എന്ന അർത്ഥമുണ്ടെന്നും വ്യാഖ്യാനിച്ചാണ് കോമിക്കെതിരെ കഴിഞ്ഞ ദിവസം കേസെടുത്തതും അറസ്റ്റ് ചെയ്തതും. സംഭവം വിവാദമായതോടുകൂടി താൻ അങ്ങനെ ഉദ്ദേശിച്ചിട്ടല്ല എന്നും പറഞ്ഞ് കോമി പോസ്റ്റ് പിൻവലിച്ചു. പക്ഷേ നിരന്തര വിമർശകനായ കോമിയെ തീർക്കാൻ ട്രംപ് തീരുമാനിച്ചു. 10 വർഷം വരെ തടവ് ശിക്ഷ ലഭിക്കാവുന്ന കുറ്റങ്ങളാണ് ചുമത്തിയിട്ടുള്ളത്. കേസ് രാഷ്ട്രീയ പകപോക്കലാണെന്നും നീതിന്യായ വ്യവസ്ഥയിൽ വിശ്വാസമുണ്ടെന്നും കോമി സമൂഹ മാധ്യമത്തിൽ പ്രതികരിച്ചു. 2013 മുതൽ 17 വരെ ഈ FBI ഡയറക്ടറായിരുന്ന ജെയിംസ് കോമി ശത്രുവിന് ഹൃദയസ്തംഭനം ഉണ്ടാകാതിരിക്കട്ടെ എന്ന വാക്കോടെയാണ് ഇറാൻ തങ്ങളുടെ പുതിയ ആയുധത്തെക്കുറിച്ച് സൂചന നൽകുന്നത്. യുദ്ധക്കപ്പലുകളുടെയും അന്തർവാഹിനികളുടെയും ചീളുകളാക്കി നുറുക്കാൻ പ്രഹരശേഷിയുള്ളതും ബുള്ളറ്റിന് സമാനമായ സഞ്ചരിക്കുന്നതുമായ ഹൂട്ട് ആണ് ഇനി തങ്ങൾ പുറത്തെടുക്കാൻ പോകുന്നത് എന്ന ഇറാന്റെ സൂചനകൾ സത്യത്തിൽ ഈ ചർച്ചകൾക്കിടയിലും വരുന്നുണ്ട്. കഴിഞ്ഞ ദിവസമാണ് ഇറാൻ സൈനിക മേധാവിയുടെ ശത്രുക്കൾക്ക് ഹൃദയാഘാതം വരും എന്നുള്ള തരത്തിലുള്ള പോസ്റ്റുകൾ പങ്കുവച്ചത്. അത് വലിയ ചർച്ചയായിരുന്നു. എന്തായാലും അതിനു പിന്നാലെയാണ് ഇറാന്റെ രഹസ്യായുധമായ ഹൂട്ട് ഇനി പുറത്തേക്ക് എടുക്കുമെന്ന വാർത്ത കൂടി വരുന്നത്. ശത്രു രാജ്യം ഹൂട്ടിനെ ഭയപ്പെട്ടേ മതിയാകൂവെന്ന മുന്നറിയിപ്പാണ് ഇറാൻ നൽകിയത്. നാവിക ഉപരോധം പിൻവലിക്കാൻ അമേരിക്ക തയ്യാറാവാതിരുന്നതോടെ സമാധാന ശ്രമങ്ങൾ പരാജയപ്പെടുന്നതിന്റെ കൂടി പശ്ചാത്തലത്തിലാണ് ഇറാന്റെ അടുത്ത ഭീഷണി പുറത്തുവരുന്നത്. ഇറാൻ നാവിക കമാൻഡർ ഷഹ്റാം ഇറാനിയാണ് തങ്ങളുടെ രഹസ്യ ആയുധത്തെക്കുറിച്ചുള്ള സൂചനകൾ നൽകുന്നത്. ശത്രുവിന് ഹൃദയസ്തംഭനം ഉണ്ടാവില്ല എന്ന് ആശയിക്കുന്നതായും ഇറാനി പരിഹാസ രൂപേണ പറയുന്നുണ്ട്. സാധാരണ ഡോർപിഡോറുകളെക്കാൾ 10 മടങ്ങ് വേഗത്തിൽ സഞ്ചരിക്കാൻ കഴിയുന്ന അണ്ടർ വാട്ടർ സൂപ്പർ പവറാണ് ഹൂട്ട് എന്ന് വിദഗ്ധർ വിലയിരുത്തുന്നു. വെള്ളത്തിനടിയിലൂടെ സഞ്ചരിക്കുമ്പോൾ ജലത്തിന്റെ പ്രതിരോധം കുറയ്ക്കാനായി ആയുധത്തിന് ചുറ്റും ഒരു വായു കുമിള സൃഷ്ടിക്കുന്ന സാങ്കേതിക വിദ്യയാണിതിൽ ഉപയോഗിച്ചിരിക്കുന്നത്. ലക്ഷ്യസ്ഥാനത്ത് എത്തുമ്പോൾ വലിയ നാശനഷ്ടങ്ങൾ വരുത്താൻ ഇതിന് സാധിക്കും. ഇതിനു മുൻപ് 2006 ഹൂട്ട് എന്ന പേരിൽ ഇറാൻ ഒരു സൂപ്പർ കോവിറ്ററിംഗ് ഡോർപിഡോ പരീക്ഷിച്ചിരുന്നു. ഇതിന്റെ കൂടുതൽ പരിഷ്കരിച്ച രൂപമായിരിക്കാം ഇപ്പോൾ ഇറാൻ പുറത്തെടുക്കാൻ ഒരുങ്ങുന്നത് എന്നാണ് കരുതപ്പെടുന്നത്. ലോകത്തിൽ ഇന്നേ വരെ കണ്ടുപിടിച്ചതിൽ ഏറ്റവും വേഗതയേറിയ ആയുധമാണ് ഹൂട്ട് എന്നാണ് ഇറാൻ അവകാശപ്പെടുന്നത്. പേർഷ്യൻ ഭാഷയിൽ ഹൂട്ട് എന്ന വാക്കിനർത്ഥം തിമിംഗലം എന്നാണ്. റഷ്യയ്ക്ക് ശേഷം സൂപ്പർ കാവിറ്റേറിയൻ ടോർപിഡോ എന്നറിയപ്പെടുന്ന ആയുധം കൈവശം വച്ചിരിക്കുന്ന 2ാമത്തെ രാജ്യമാണ് ഇറാൻ. റഷ്യയുടെ സ്വന്തം പതിപ്പായ VA-111 ഈ ഷെക്വാലിന് സമാനമാണ് ഈ ഹൂട്ട് എന്ന് പറയുന്നത്. പരമ്പരാഗത ടോർപിഡോറുകൾക്ക് മണിക്കൂറിൽ 60 മുതൽ 100 കിലോമീറ്റർ വേഗതയാണുള്ളത്. ഹൂട്ടിന് വെള്ളത്തിനടിയിൽ 360 കിലോമീറ്ററിലധികം വേഗത കൈവരിക്കാൻ കഴിയുമെന്നാണ് ഇറാൻ അവകാശപ്പെടുന്നത്. ഇറാനെതിരായ യുദ്ധത്തിൽ അമേരിക്കയുടെ നടപടിയെ പ്രതിരോധിച്ച പ്രതിരോധ സെക്രട്ടറി പീറ്റ് ഹെഗ്സെത്ത് US കോൺഗ്രസിലാണ് പീറ്റ് ഹെഗ്സെത്തും പെന്റഗൺ നേതൃത്വവും സൈനിക നടപടിയെ പ്രതിരോധിച്ചുള്ള വാദങ്ങൾ ഉയർത്തിയത്. ഇറാൻ യുദ്ധത്തെക്കുറിച്ച് കടുത്ത ചോദ്യങ്ങളാണ് US കോൺസൽ പീറ്റ് ഹെഗ്സെത്ത് നേരിട്ടത്. യുദ്ധം എന്തിനായിരുന്നുവെന്നാണ് ജനപ്രതിനിധികൾ ചോദിച്ചത്. ഈ ഘട്ടത്തിൽ അമേരിക്കയുടെ ഏറ്റവും വലിയ പ്രതിയോഗികൾ ഡെമോക്രാറ്റുകളും ചില റിപ്പബ്ലിക്കൻ അംഗങ്ങളുമാണെന്ന് പീറ്റ് ഹെഗ്സെത്ത് US കോൺഗ്രസിൽ ആരോപിച്ചു. ക്യാപിറ്റോൾ മന്ദിരത്തിൽ പീറ്റ് ഹെഗ്സെത്തിനെതിരെ പ്രതിഷേധവും നടന്നു.
ഇറാനുമായുള്ള യുദ്ധം അമേരിക്കയെ സംബന്ധിച്ച് വലിയൊരു പ്രതിസന്ധിയോ അല്ലെങ്കിൽ ചതുപ്പിൽ താഴ്ന്നതുപോലെയുള്ള അവസ്ഥയോ അല്ലെന്നാണ് പീറ്റ് ഹെഗ്സെത്ത് വിശദമാക്കിയത്. ബുധനാഴ്ച ഹൗസ് ആംഡ് സർവീസ് കമ്മിറ്റിയിൽ നടന്ന ഹിയറിംഗിലാണ് അദ്ദേഹം സർക്കാരിന്റെ നയങ്ങളെ ന്യായീകരിച്ച് യുദ്ധം നീണ്ടുപോകുന്നത് അമേരിക്കയുടെ സൈനിക ശേഷിയെ തളർത്തുന്ന വിയറ്റ്നാം മോഡൽ കെണിയായി മാറുമോ എന്ന ജനപ്രതിനിധികളുടെ ആശങ്കകളെ പീറ്റ് ഹെഗ്സെത്ത് തള്ളിയത്. ഇറാൻ ഭരണകൂടത്തിന്റെ ആണവായുധ മോഹങ്ങളെയും പ്രാദേശിക അസ്ഥിരതയെയും തകർക്കാൻ ഈ സൈനിക നടപടി അത്യന്താപേക്ഷിതമാണ് എന്ന് ഹെഗ്സെത്ത് വാദിച്ചു. മുൻ ഭരണകൂടങ്ങൾ ഇറാനോട് മൃദു സമീപനം സ്വീകരിച്ചതാണ് സ്ഥിതിഗതികൾ ഇത്രത്തോളം വഷളാക്കിയത് എന്നും പീറ്റ് ഹെഗ്സെത്ത് ആരോപിച്ചു. യുദ്ധം എന്നത്തേക്ക് അവസാനിക്കുമെന്നോ അല്ലെങ്കിൽ ഇതിൽ നിന്നുള്ള എക്സിറ്റ് പ്ലാൻ എന്താണെന്നോ വ്യക്തമാക്കാൻ ഡെമോക്രാറ്റിക് അംഗങ്ങൾ ആവശ്യപ്പെട്ടെങ്കിലും കൃത്യമായ സമയപരിധി നിശ്ചയിക്കാൻ പീറ്റ് ഹെഗ്സെത്ത് തയ്യാറായില്ല. എന്നാൽ അമേരിക്ക ലക്ഷ്യം കാണുന്നതുവരെ പിൻവാങ്ങില്ല എന്നും ഇറാന്റെ ഭീഷണികളെ പൂർണ്ണമായും ഇല്ലാതാക്കുകയാണ് ലക്ഷ്യമെന്നും പീറ്റ് ഹെഗ്സെത്ത് ആവർത്തിച്ചു. സൈനിക നടപടി കൃത്യമായ ആസൂത്രണത്തോടു കൂടിയാണ് മുന്നോട്ട് പോകുന്നതെന്നും അത് അമേരിക്കയുടെ താൽപര്യങ്ങൾ സംരക്ഷിക്കുമെന്നും പീറ്റ് ഹെഗ്സെത്ത് സഭയെ അറിയിച്ചു. അതേസമയം ഇറാൻ തീർത്തും ദുർബലനാണ് എന്ന് പെന്റഗൺ US കോൺഗ്രസിൽ വിശദമാക്കി. അമേരിക്കയുടെ ഇറാൻ യുദ്ധ ചിലവ് ഇതുവരെ $25 മില്യൺ ആണെന്നും പെന്റഗൺ വിലയിരുത്തി. 14 US സൈനികർ യുദ്ധത്തിൽ കൊല്ലപ്പെട്ടുവെന്നും പെന്റഗൺ വിശദീകരിച്ചു.